അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഇന്നത്തെ അടിപൊളിയായിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ കുടിച്ച്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ ചോറ്റിന് വെള്ളം വെച്ച്. അപ്പോൾ വെണ്ടക്കയാണ് കറി. അപ്പോൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് തേങ്ങയും കറിവേപ്പിലയും 2 വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകം കേട്ടോ. തേങ്ങ, കറിവേപ്പില, 2 വെളുത്തുള്ളി, കുറച്ച് വലിയ ജീരകം. അത് നന്നായി ഇതാ ബ്രൗൺ കളർ ആവണ വരെ നല്ല വറുത്തെടുക്കുക. നമുക്ക് എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ വെണ്ടക്ക വറുത്തെടുക്കുക. വെണ്ടക്ക നല്ലോണം വറക്കണം ഇവിടെ കേട്ടോ. അപ്പോൾ അധികം ആൾക്കാർ ശരിക്കും വറക്കൂല എന്ന് പറയുന്നേക്കാം. ഞാൻ നല്ലോണം വറക്കും. അതിൻ്റെ അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോണ വരെ വറുത്ത് എണ്ണയിൽ വറുത്തെടുക്കും. അതിൻ്റെ അടുത്ത് നമ്മൾ അരിയിടണ്. അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ അപ്പോൾ ചോറും റെഡിയാകും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഫസ്റ്റ് നമ്മൾ അരിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് വേകുമ്പോഴത്തിന് അതിൻ്റെ ഇടയിൽ നമുക്ക് കറികളൊക്കെ വെക്കാം, ചായം കടി ഉണ്ടാക്കാം, ആ പരിപാടിയൊക്കെ കഴിച്ചാൽ. അപ്പോൾ അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ഇനി അടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ വെണ്ടക്ക അതാ അപ്പുറത്ത് കിടന്ന് നല്ല വറുത്ത് വന്നിക്കണേ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് ഇതാ 2 ഉണക്കമുളക്, 1 പച്ചമുളക്, 1 സവാള. ഈ കറി ഉണ്ടാക്കാൻ വലിയ പണിയില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ല കട്ടിയായി കേട്ടോ, ഞാൻ ചൂടാക്കിയിട്ടാണ് ഒഴിക്കണത്. അപ്പോൾ തണുപ്പോണ്ടാ തോന്നുന്നത്. അപ്പോൾ എണ്ണ അതാ നല്ല ചൂടായതിൻ്റെ ശേഷം കടുക് ഇട്ട് കൊടുത്ത്, കടുക് ഇട്ടതിൻ്റെ ശേഷം നമ്മളെ ഈ മുളകുകളും സവാളയും കൂടെ ഇട്ട് നല്ലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലത് മൂത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 3 പൊടിയും കൂടെ ഇട്ടിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ വെളിച്ചെണ്ണയിൽ ഈ പൊടികളൊക്കെ മൂക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ വെണ്ടക്കക്കറിക്ക് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കോട്ടെ, വെളിച്ചെണ്ണ ആയതുകൊണ്ട്. അപ്പോൾ മഞ്ഞളും മുളകും മല്ലി ഇട്ടിട്ട് അതിൽ നല്ല മൂപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിക്കണ്. പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കാം, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓണാക്കാൻ മറക്കും. അത് ഓഫാക്കി വെച്ചാൽ പിന്നെ ഓണായ ഓർമ്മയാണ്. പിന്നെ പകുതി ചെയ്തതിൻ്റെ ശേഷിക്കാരം മേപ്പട്ടോക്കൽ. അപ്പോൾ എന്നുള്ള പരിപാടിയാണ് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതേക്കാരം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണം ഞാൻ മറന്നിക്കണം. ഇനി നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ലേശം പുളി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ തക്കാളി വേകുമ്പോഴത്തേനും നമുക്ക് തേങ്ങ അരച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചെടുത്തിക്കണ്. അപ്പോൾ എന്താ പറയുക, ഉള്ളി മൂത്തതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ഇട്ടെടുത്ത് പുളിവെള്ളം ഒഴിച്ചെടുത്ത് ഉപ്പ് ഇട്ടെടുത്ത് ആ ഉപ്പ് ഇടുന്നത് ഞാൻ മറന്ന്. അപ്പോൾ ആ തക്കാളി നല്ല വെന്തതിന് ശേഷം വെണ്ടയ്ക്ക് ഇട്ടെടുത്തിട്ട് തേങ്ങ ഒഴിച്ച് നല്ലൊരു തിളച്ചാൽ കറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ രാവിലെ നമുക്ക് ചായയും കടിയും അതൊന്നും നമുക്ക് പലഹാരം ഉണ്ടാക്കണമൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയണില്ല കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ രാവിലെ ഇവരെ പോക്കും തിരക്കുമായിട്ട് അപ്പോൾ നമ്മൾ സാവധാനം വീഡിയോ എടുക്കാൻ നിന്നാൽ ഓല് പോയി കൊടുക്കും. പിന്നെ ഓല് വരുമ്പോഴത്തേനും നമ്മൾ മെല്ലെ ഇരുന്നൊക്കെ തിന്നേണ്ടി വരും. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടിച്ച കറിവേപ്പില ഇവിടെ ഉള്ളതുകൊണ്ട് അതിൽ അയച്ചിട്ട് കൊടുക്കണം. ആ കറി റെഡിയായി നല്ല തിളച്ച്. അപ്പോൾ ഇതാ ഇന്നത്തെ ചായക്കടി അപ്പാണ് കേട്ടോ. അപ്പോൾ പൊടിയും അരച്ചതൊന്നുമല്ല, ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഈ ചട്ടിയിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ചിക്കൻ കറി കുറച്ചുണ്ടാക്കി, ചമ്മന്തി അരച്ച്, ചട്ടിനി അരച്ച്. ഇന്നത്തെ നമ്മളോടത്തെ ഫുഡ് ഇതാണ്.